നമസ്കാരം. ഞാൻ ഇന്നിവിടെ വളരെ എളുപ്പത്തിൽ അരി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് അതാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ എന്താ പറയുക, ഒരു ഗ്ലാസ് അരി ഇട്ടാ. അത് അരി എന്ന് പറഞ്ഞാൽ നമ്മൾ ഊണ് കഴിക്കണ അരി, അത് മട്ടയോ വെള്ളരിയോ എന്ത് വേണേ ആവാം. അത് ഞാൻ നന്നായി കഴുകി വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണ്. ഒരു 8 മണിക്കൂറോളം കുതിർത്തി വെച്ചതാണ്. എന്നിട്ട് ഞാൻ ഊറ്റിയെടുത്തതാണ് കേട്ടോ അത്. ഇത് ഞാൻ പൊടിക്കണ മിക്സിയുടെ ജാറാണ്, അതിലിട്ടിട്ട് നന്നായി പൊടിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിപ്പൊടി എടുക്കുക കേട്ടോ. അരിപ്പൊടി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ് ഈ പണി. അപ്പം ഞാനിവിടെ അരിപ്പൊടി ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യണത്. ഇപ്പോൾ നമുക്കിത് കുറേശ്ശെ ഇട്ടിട്ട് ഞാനിതൊന്ന് പൊടിച്ചെടുക്കട്ടെ. ഞാൻ അരി ഇതുപോലെ കേട്ടോ പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഞാൻ അവസാനത്തെ ട്രിപ്പ് ഇവിടെ ഞാൻ മിക്സിയിൽ ഇതുപോലെ തന്നെ പൊടിച്ചത് തന്നെയാണിത്. ഇത് ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് അരയ്ക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് പാകത്തിന് വെള്ളം ചേർത്താൽ മതി, ഷേപ്പായി കിട്ടില്ല. അതുകൊണ്ടാണ് ഈ അവസാനത്തെ ട്രിപ്പ് ഞാൻ അരയ്ക്കണത് കേട്ടോ. ഇപ്പോഴത്തെ അവസാനത്തെ ട്രിപ്പ് ഞാൻ നന്നായിട്ട് അരച്ച് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം ചേർത്തു, എന്നിട്ട് ഞാൻ നന്നായി അരച്ചിട്ടുണ്ട്. അവസാനത്തെ ട്രിപ്പ് കേട്ടോ. അതുവരെ ഞാൻ പൊടിച്ചിരിക്കുകയാണ്. ഇനി ഞാനിത് പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അടുത്തത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് 2 ചെറിയ സവാള കേട്ടോ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കണത് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ്. അത് ഞാൻ അരിഞ്ഞു വെച്ചതാണ്. അത് ഒക്കെ കൂടി ഞാൻ ചതയ്ക്കാനാണ് കേട്ടോ. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 5 പച്ചമുളക്. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് 4 അല്ലി വെളുത്തുള്ളി. ഇത് ഞാനൊന്ന് നന്നായിട്ടൊന്ന് ചതച്ച് വരട്ടെ കേട്ടോ. അപ്പം നമ്മൾ ചതച്ച് വെച്ച സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ കുറച്ച് കറിവേപ്പില നുറുക്കിയതും പിന്നെ കുറച്ച് മല്ലിച്ചപ്പുമാണ് കേട്ടോ അത്. ഇനി നമുക്ക് ഇതിലേക്ക് ഇടുന്നത് ഞാൻ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു കളറിന് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണ്ടവർ ഇട്ട് കൊടുത്താൽ മതി. തൈര് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അത്യാവശ്യം ഉപ്പാണ്. ഉപ്പൊക്കെ അവരടുത്തിട്ട് ലെവലനുസരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് കുറച്ച് കുഴച്ചു. ബാക്കിയുള്ളത് ഞാൻ കുഴക്കുകയാണ്. വെള്ളമൊക്കെ നോക്കിയിട്ട് ചെയ്യണം. വെള്ളം കൂടി കഴിഞ്ഞാലൊന്നും ഷേപ്പായി കിട്ടില്ല. നന്നായി കുഴയ്ക്കുക, ആവശ്യത്തിനൊക്കെ വെള്ളം ചേർക്കുക. അപ്പോൾ ഞാനിത് കുഴച്ച് വരട്ടെ കേട്ടോ ഇനി. അപ്പം ഞാൻ എന്താ പറയുക, ഇതൊക്കെ റോളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിൽ ഗരം മസാല ഒരു 1/4 ടീസ്പൂണും ഒരു 1/4 ടീസ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ വെച്ചിട്ട് ഇത് ഉണ്ടാക്കാൻ നോക്കാം. അപ്പം നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓരോന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. പറ്റാവുന്നത് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഒന്ന് മൂത്ത് വരട്ടെ. നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഒന്നിങ്ങനെ ഇളക്കിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ആവാനൊന്നും ഇല്ല. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്നിങ്ങനെ തട്ടിക്കൊടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമുക്ക് പാകാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് പാത്രത്തിലേക്ക് കോരി എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള റൈസ് റോൾ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. വളരെ ടേസ്റ്റിയാണ് ഇത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് സോസിൻ്റെ കൂടെ കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതണം. എന്നാൽ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.